കടച്ചക്ക വറുത്തരച്ചതാണ്. 1 കിലോ കടച്ചക്ക എടുത്തിട്ടുണ്ട്. നടുഭാഗം മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതെല്ലാം നുറുക്കി കഴിഞ്ഞു. ഇനി മിക്സിയിലേക്ക് ഒരു മുറി നാളികേരം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നാളികേരം ചേർക്കാം. ചെറിയ തീയില വെച്ചിട്ട് വറുത്തെടുക്കാം. ഇനി മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർക്കാം. മല്ലിപ്പൊടി നല്ലോണം 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ഹീറ്റ് ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ആദ്യം വെള്ളം ചേർക്കാണ്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ട് വീണ്ടും അരച്ചെടുക്കാം. പാനിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള നുറുക്കിയത് 1 കപ്പ്, 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റും. ഇപ്പൊ മൂത്തിട്ടുണ്ട്. ഇനി കടച്ചക്ക കഷ്ണങ്ങൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. കടച്ചക്കയിൽ വെള്ളം ഉണ്ട്, എന്നാലും 1/2 കപ്പ് വെള്ളം ചേർക്കാം. ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. ഇപ്പൊ വെന്ത് വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. അരച്ചു വെച്ച നാളികേരം കൂടി ഒഴിക്കാം. ഇനി ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. കടച്ചക്ക മസാല ചൂടുള്ള കഞ്ഞിയുടെ കൂടെ നല്ല സ്വാദാണ്.